തിരുവനന്തപുരം തിരുവല്ലത്തെ ഷഹാനയുടെ ആത്മഹത്യയിൽ സ്ത്രീധന പീഡന കുറ്റം ചുമത്താതെ പോലീസ്. കൂടുതൽ സ്ത്രീധനം ആവശ്യപ്പെട്ട ഷഹാനയുടെ കഴുത്തിൽ ഭർത്താവ് ഷോളിട്ട് മുറുക്കിയെന്ന് മാതാപിതാക്കൾ മീഡിയ വണ്ണിനോട് പറഞ്ഞു. മൊഴിയുണ്ടായിട്ടും പോലീസ് ഇതേവരെ എഫ്ഐആറിൽ മാറ്റം വരുത്തിയിട്ടില്ല. 2 വയസ്സേ ആ കുട്ടിക്കുള്ളൂ. ഇപ്പൊ ആളും ഇതൊക്കെ നിൽക്കുന്നതുകൊണ്ട് ആ കൊച്ചു വലുതായിട്ട് കൊച്ചിനെ തള്ളയെ കുറിച്ച് ശ്രദ്ധിക്കുന്നുണ്ട്. കൊച്ചു തള്ളയെ ചിന്നു വീട്ടിലങ്ങനെ വിളിക്കുന്നു. ചിന്നു എന്ന് വിളിച്ചുകൊണ്ട് ഇന്നലെയും നടക്കുന്നതാണ്. അതിന് എങ്ങനെ വളർത്തിയെടുക്കുമെന്ന് എനിക്കറിയാൻ വയ്യ. ഞങ്ങളുടെ മോളെ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു. കൊച്ചിന് തള്ളയും ഇല്ലാതെ. ഷഹാനയുടെ ആത്മഹത്യയിൽ പോലീസ് രജിസ്റ്റർ ചെയ്ത എഫ്ഐആറിൽ ആത്മഹത്യാ കുറ്റം മാത്രമാണ് ചുമത്തിയിട്ടുള്ളത്. കൂടുതൽ അന്വേഷണം നടത്തി എഫ്ഐആർ വിപുലപ്പെടുത്തുമെന്നായിരുന്നു പോലീസിന്റെ നിലപാട്. എന്നാൽ ഭർത്താവിനും കുടുംബത്തിനുമെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം മാത്രം ചുമത്തി കേസ് ഒതുക്കി തീർക്കാനാണ് പോലീസ് ശ്രമിക്കുന്നതെന്നാണ് ഷഹാനയുടെ മാതാപിതാക്കൾ ആരോപിക്കുന്നത്. മൊഴിയുണ്ടായിട്ടും സ്ത്രീധന പീഡനം പോലീസ് എഫ്ഐആറിൽ ഉൾപ്പെടുത്താൻ തയ്യാറാകുന്നില്ല. ഒരു ഗതിയില്ല, ഇതില്ല. കുപ്പത്തൊട്ടിന്ന് വന്ന് എപ്പോഴും ഇത് തന്നെയാണ്. എന്ത് പറഞ്ഞാലും ഹോസ്പിറ്റലിൽ വെച്ച് അടി നടന്നപ്പോൾ പോലും പറയുന്നു, ഒരു ഗതി ഇല്ലാത്തടത്തുനിന്ന് വന്നവളാണ്. നമ്മളെ ഈ ഒരു ഗതി 75 പവനും കൊടുത്തിട്ട് ഒരു ഗതി ഇല്ലാത്തവളാണെന്നാണ് എൻ്റെ മോളെ പറയുന്നത്. എപ്പോഴും പറയും, നിനക്ക് വേറെ ഞാൻ കെട്ടിത്തരാം, ഇതിനേക്കാളും നല്ല ഞങ്ങൾക്ക് ഇതിലെ കൂടുതൽ കിട്ടും. വിവാഹശേഷം കൂടുതൽ സ്ത്രീധനം ആവശ്യപ്പെട്ട് ഭർത്താവ് നൌഫൽ ഷഹാനയെ ക്രൂരമായി മർദ്ദിച്ചിരുന്നു. ഷോളിട്ടൊക്കെ കഴുത്തിൽ ഇറക്കുകയും അങ്ങനെയൊക്കെ സംഭവിച്ചു. ഇതൊക്കെ അടുത്ത കാലത്ത് ഇപ്പം വന്ന് നിന്നപ്പോഴാണ് പറഞ്ഞു. ഷോളിട്ട് മുറുക്കിയിട്ടുണ്ട്, കഴുത്തിന് പൊക്കി നിർത്തിയിട്ടാണ് വരുമ്പോഴൊക്കെ പാടുകളൊക്കെ കണ്ടിട്ടുണ്ട്. സ്ത്രീധന പീഡനത്തെ തുടർന്ന് 22-കാരിയുടെ ജീവൻ പൊലിഞ്ഞിട്ട് 3 ദിവസമായിട്ടും അന്വേഷണം എങ്ങും എത്തിയിട്ടില്ല. ശക്തമായ നിയമങ്ങൾ നിലനിൽക്കവെയാണ് പോലീസിന്റെ അലംഭാവം. അതിനിടെ CPIM നേതാവ് PK ശ്രീമതി ടീച്ചർ ഷഹാനയുടെ കുടുംബത്തെ സന്ദർശിച്ചു. മീഡിയ 1 തിരുവനന്തപുരം. ഷിജോ കുര്യനുണ്ട് വിവരങ്ങൾ നൽകാനായി തിരുവനന്തപുരത്ത് നിന്ന്. ഷിജോ, അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ് പോലീസിന്റെ നടപടി. കാരണം പ്രാഥമികമായി അന്വേഷിച്ചപ്പോഴുള്ള ആത്മഹത്യാ പ്രേരണാ കുറ്റം മാത്രമാണ് ഇപ്പോഴും എഫ്ഐആറിൽ ഉള്ളത് എന്ന് പറയുമ്പോൾ ഇവരുടെ മാതാപിതാക്കൾ അടക്കം നൽകിയ മൊഴിയുണ്ട്. മാത്രമല്ല, ഈ ഷഹാന മരിക്കുമ്പോൾ വളരെയധികം പീഡനത്തിന് ഇരയായിട്ടുണ്ടെന്ന് തെളിയിക്കാൻ പലതരത്തിലുള്ള അവരെ മർദ്ദിച്ചതിന്റെ പാടുകളൊക്കെ ശരീരത്തിലുണ്ട് തുടങ്ങിയ ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നിരുന്നു, ഫോട്ടോകളായൊക്കെ പുറത്തു വന്നിരുന്നു. ഇതൊക്കെ വെറുതെ ഉണ്ടായ പീഡനങ്ങളല്ല എന്നറിയാം. പക്ഷേ സ്ത്രീധന നിരോധന കുറ്റമോ അല്ലെങ്കിൽ ഗാർഹിക പീഡന നിരോധന പ്രകാരമോ ഒന്നും ഈ എഫ്ഐആർ ചുമത്താൻ പോലീസ് ഇതുവരെ തയ്യാറായിട്ടില്ല എന്നുള്ളത് എന്താണ് സൂചിപ്പിക്കുന്നത്? ജിൽസി, സ്ത്രീ സുരക്ഷ അല്ലെങ്കിൽ ഗാർഹിക പീഡനം അങ്ങനെ തുടങ്ങി എന്തൊക്കെ സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ ഉണ്ടായാലും അതിനെതിരെ ശക്തമായിട്ടുള്ള നിയമ സംവിധാനങ്ങൾ ഉണ്ട് എന്ന് പറയുന്ന കേരളത്തിലാണ് ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്ത് 3-4 ദിവസം കഴിഞ്ഞിട്ടും ആ പെൺകുട്ടിയുടെ കുടുംബം ഉന്നയിച്ച ഒരു കാര്യങ്ങളിൽ പോലും വസ്തുനിഷ്ഠമായിട്ടുള്ള ഒരു അന്വേഷണം നടത്താൻ കേരള പോലീസ് തയ്യാറാകാത്തത്. ഷഹാന എന്ന് പറയുന്ന 22 വയസ്സുകാരി ആത്മഹത്യ ചെയ്തിട്ട് 4 ദിവസങ്ങളാകുകയാണ്. ഈ 4 ദിവസത്തിനിടയ്ക്ക് നിരവധി ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഷഹാനയുടെ ബന്ധുക്കൾ ഉന്നയിച്ചു. ആദ്യഘട്ടത്തിൽ ആത്മഹത്യാ പ്രേരണാ കുറ്റം മാത്രമാണ് തിരുവല്ലം പോലീസ് ചുമത്തിയിട്ടുള്ളത്. അതായത് ഭർത്തൃ പീഡനത്തെ തുടർന്ന്, അതായത് ഭർത്താവിന്റെ വീട്ടുകാരുടെയും മാനസികമായിട്ടുള്ള പീഡനത്തെ തുടർന്ന്, പ്രത്യേകിച്ച് സ്ത്രീധന പീഡനത്തെ തുടർന്നാണ് ഷഹാന ആത്മഹത്യ ചെയ്തത് എന്ന് ഷഹാനയുടെ മാതാപിതാക്കളും ബന്ധുക്കളും ആരോപിച്ചിട്ട് പോലും അക്കാര്യങ്ങളെക്കുറിച്ച് വിശദമായി അന്വേഷണം നടത്താൻ പോലീസ് ഇതുവരെ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രതിഷേധാർഹമായിട്ടുള്ള കാര്യം. ഇപ്പോഴും ആത്മഹത്യാ പ്രേരണാ കുറ്റം മാത്രം നിലനിർത്തിക്കൊണ്ടുള്ള ഒരു അന്വേഷണത്തിലാണ് പോലീസ് മുമ്പോട്ട് പോകുന്നത്. അതായത് നിലവിൽ ആദ്യഘട്ടത്തിൽ പറഞ്ഞിരുന്നു വിശദമായിട്ടുള്ള അന്വേഷണം നടത്തി ആത്മഹത്യാ പ്രേരണാ കുറ്റത്തിന് പുറമെ എഫ്ഐആർ വിപുലപ്പെടുത്തുന്ന നടപടികളിലേക്ക് നീങ്ങും എന്ന് പോലീസ് ആദ്യഘട്ടത്തിൽ പറഞ്ഞതാണ്. എന്നാൽ അതിനുശേഷം നിരവധി ആരോപണങ്ങൾ ഷഹാനയുടെ കുടുംബം, ഷഹാനയുടെ അപ്പനും അമ്മയും എല്ലാവരും ഇതിന്റെ കൃത്യമായിട്ടുള്ള തെളിവുകളടക്കം പുറത്തുവിട്ടിട്ടും അതിലേക്ക്, അതായത് സ്ത്രീധന പീഡനത്തെ തുടർന്നാണ് തങ്ങളുടെ മകൾ ആത്മഹത്യ ചെയ്തത് എന്ന് ആ മാതാപിതാക്കൾ ആരോപിച്ചിട്ടും അതേക്കുറിച്ച് കൃത്യമായിട്ടുള്ള അന്വേഷണം നടത്താൻ പോലീസ് തയ്യാറാകുന്നില്ല എന്നുള്ള ഒരു ആക്ഷേപമാണ് ഇപ്പോൾ ഉയർന്നു വന്നിട്ടുള്ളത്. ഷഹാന നിരന്തരം ഈ സ്ത്രീധന പീഡനത്തിന്റെ പേരിൽ ശാരീരികമായിട്ടും മാനസികമായിട്ടുമൊക്കെ വലിയ തോതിലുള്ള പീഡനങ്ങൾ നേരിട്ടിരുന്നു എന്ന് ആ ഷഹാനയുടെ മാതാപിതാക്കൾ പറയുന്നുണ്ട്. 70 പവനിലേറെ സ്വർണം, 2 നില വീട്, ഇത് കൊടുത്തതിന് ശേഷവും ആദ്യഘട്ടത്തിൽ നമുക്കറിയാം, ഈ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഇത് സംബന്ധിച്ച വാർത്തകൾ പുറത്തു വന്നതാണ്. ആദ്യഘട്ടത്തിൽ സ്ത്രീധനമൊന്നും വേണ്ട എന്ന് പറഞ്ഞ് വിവാഹം കഴിക്കുകയും അതിനുശേഷം സ്ത്രീധനം വേണമെന്നാവശ്യപ്പെടുകയും ഒക്കെ ചെയ്ത് ഷഹാനയെ വലിയ തോതിൽ ഈ കുടുംബം ബുദ്ധിമുട്ടിച്ചിരുന്നു. പ്രത്യേകിച്ച് നൌഫൽ എന്ന് പറയുന്ന ഷഹാനയുടെ ഭർത്താവ്
നൌഫലിന്റെ അമ്മയുമാണ് ഷഹാനയെ ഒരു ക്രൂരമായ പീഡനത്തിന്, മാനസികമായിട്ടുമുള്ള ശാരീരികമായിട്ടുമുള്ള പീഡനത്തിന് വിധേയമാക്കിയതെന്ന് ഷഹാനയുടെ കുടുംബം ആരോപിക്കുന്നത്. ഇത്ര ദിവസം കഴിഞ്ഞിട്ടും ഈ ആത്മഹത്യാ പ്രേരണ കുറ്റമല്ലാതെ സ്ത്രീധന പീഡനത്തെക്കുറിച്ചുള്ള ഒരു വരി പോലും എഫ്ഐആറിൽ ചേർക്കാനോ അതേക്കുറിച്ച് അന്വേഷണം നടത്താനോ പോലീസ് തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ഷഹാനയുടെ കുടുംബം ഷിജു, അതായത് ഈ ഷഹാനയുടെ ആരോപിക്കുന്നത്. മൃതശരീരവും വഹിച്ചുകൊണ്ട് ആ പോലീസ് സ്റ്റേഷന് മുന്നിലൊക്കെ വലിയ പ്രതിഷേധമൊക്കെ ഇവർ നടത്തിയിരുന്നു എന്നാണ് എന്റെ ഓർമ്മ. അങ്ങനെയാണെങ്കിൽ അന്ന് പോലും ഈ പോലീസ് ഉറപ്പ് നൽകിയിരുന്നതാണ് കൂടുതൽ അന്വേഷണം നടത്തും, എഫ്ഐആർ ആദ്യഘട്ടത്തിൽ നിന്ന് കൂടുതൽ വിപുലപ്പെടുത്തുമെന്നൊക്കെ. പക്ഷേ കൃത്യമായി ഷഹാനയുടെ അമ്മ ഇത്തരം മൊഴികൾ പറയുന്നു. ഒരുപക്ഷേ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് എന്താണെന്ന് അറിയില്ല. അത്തരം കാര്യങ്ങൾ കൂടി വരുമ്പോൾ ഇതിന് കൂടുതലൊരു വ്യക്തത, അവർ കൃത്യമായ ഒരു പീഡനം അവിടെ സഹിച്ചിട്ടുണ്ട് എന്നതിന്റെ ഒരു കൃത്യമായ തെളിവുകൾ വരുമായിരിക്കും. പക്ഷേ അതിനൊരു കാരണമുണ്ടാകുമെന്നും അത് അന്വേഷിച്ചു ചെന്നാൽ എന്തിലേക്ക് എത്തിച്ചേരുമെന്നൊക്കെ പോലീസിന് വളരെ സ്വാഭാവികമായി അറിയാവുന്ന കാര്യം കൂടിയല്ലേ? ജിൽസി, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരുമ്പോൾ എന്താണ് മരണകാരണം എന്നുള്ള കാര്യം കൃത്യമായിട്ട് മനസ്സിലാകും, അതിനകത്ത് യാതൊരു തർക്കവുമില്ല. പക്ഷേ ഇത്തരത്തിൽ ഈ ഷഹാന ഈ ഭർത്തൃ വീട്ടിൽ വലിയ പീഡനത്തിന് വിധേയമായിട്ടുണ്ട് എന്നുള്ള കാര്യം തർക്കമില്ലാത്തതാണ്, സംശയമില്ലാത്തതാണ്. കാരണം ഷഹാന നേരിട്ടിരുന്ന ക്രൂരമായ പീഡനത്തിന്റെ ദുഃഖിപ്പിക്കുന്ന കുറേയധികം ദൃശ്യങ്ങൾ പുറത്തു വന്നതാണ്. ഷഹാനയുടെ മുഖത്തും ശരീരത്തിന്റെ വിവിധയിടങ്ങളിലും ക്രൂരമായി മർദ്ദനമേറ്റതിന്റെ പാടുകൾ അടക്കമുള്ളവ തെളിവുകളായിട്ട് ഇപ്പോൾ പുറത്തു വന്നതാണ്. ഷഹാനയുടെ ആത്മഹത്യക്ക് പിന്നാലെ ഷിജു, ഞാൻ തിരിച്ചു വരാം.